ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് പറഞ്ഞിരിക്കുന്നവർക്ക് ജനറൽ സർവീസ്, ബ്രേക്ക് ചെക്കപ്പ്, അതേപോലെ തന്നെ മീറ്ററിനകത്ത് സമയം മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യണം. അത്രയാണ് പറഞ്ഞാണ് അവർക്ക്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിയേക്കണ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 35,132 കിലോമീറ്റർ നിലവിൽ വണ്ടി ഓടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി. വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഹാൻഡിലൊക്കെ നല്ല രീതിയിൽ വെട്ടൽ അനുഭവപ്പെടുന്നുണ്ട്. കാരണം ഫ്രണ്ട് ടയർ പറ്റ തീർന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി നല്ല പാടലും വെട്ടലൊക്കെ ഫ്രണ്ട് സൈഡിൽ നിന്ന് കാണിക്കുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ അതാണ് നമുക്ക് തോന്നിയത്. പിന്നെ ബ്രേക്കൊക്കെ ഒരല്പം കുറവാണ്. പിന്നെ ബ്രേക്ക് ചതഞ്ഞ രീതിയിലുള്ള ബ്രേക്കൊക്കെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ സർവീസിനായിട്ട്, ജനറലായിട്ടുള്ള സർവീസിനായിട്ട്, ഡീറ്റെയിൽ ചെക്കപ്പിനായിട്ട് വണ്ടി കയറ്റിയിട്ടുണ്ട്. എൻ്റെ ബാക്ക് ബ്രേക്ക് ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈൻഡർ നമുക്ക് നോക്കുമ്പോൾ കമ്പനി ലൈൻഡർ കിടക്കണേ, അത്യാവശ്യം കുറേ കൂടി ഉപയോഗിക്കാനുണ്ട്. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. അതേപോലെ ബാക്ക് വീല് ഈ ഒരു ഷാഫ്റ്റുമേ പിടിപ്പിക്കണേ. അതിൻ്റെ ബെയറിങ്ങിൻ്റെയൊക്കെ പ്ലേ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബാക്ക് ടയർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. പിന്നെ ഹബിൻ്റെ ഭാഗത്തായാലും വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. ബാക്കിലത്തെ ഗിയർ ബോക്സിൻ്റെ സൈഡ് നമ്മൾ ഓയിൽ ചെക്ക് ചെയ്തു, നല്ല ഓയിലാണ്. നമുക്ക് ക്ലച്ച് ഭാഗം ക്ലച്ച് ഗ്രീസിങ്ങിനായിട്ട് അഴിച്ചാനാണ്. അപ്പോൾ നമ്മൾ ക്ലച്ച് അഴിക്കുന്ന സമയത്ത് തന്നെ ഈ ഭാഗത്ത് ഒരു ഓയിൽ ലീക്ക് ഉണ്ട്. നമുക്ക് ഈ സൈഡ് നോക്കുമ്പോൾ ഈ കവറിൻ്റെ ഉള്ളിലൊക്കെ ഓയിൽ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ സൈഡൊക്കെ മൊത്തം ഓയിലാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ഓയിൽ സീൽ ലീക്ക് ആയതാണ്. അപ്പോൾ ഒരല്പം ഓയിൽ നമുക്ക് ടോപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നല്ല ഓയിലാണ്. അപ്പോൾ ഒന്ന് ടോപ്പ് ചെയ്താൽ മതി, വലിയ പഴക്കമായിട്ടില്ല. പിന്നെ അതേപോലെ ക്ലച്ച് ഫുള്ളായിട്ട് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് റെഗുലർ സർവീസിൻ്റെ ഭാഗമായിട്ട് ക്ലച്ച് ചെക്കപ്പ്, ക്ലച്ച് ഗ്രീസിങ് ആവശ്യമാണെങ്കിൽ അത് ഗ്രീസ് ചെയ്യണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അഴിച്ചേക്കുന്നത്. നിലവിൽ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നല്ല ബെൽറ്റാണ്, പുതിയ ബെൽറ്റാണ്. ഹോണ്ടയുടെ കമ്പനി ബെൽറ്റിന് നമ്മൾ കിടക്കുന്നത്. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. ക്ലച്ച് യൂണിറ്റൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ മതി. അപ്പോൾ ക്ലച്ചിൽ വേറെ പറയത്തക്ക കംപ്ലയിൻസ് ആയിട്ടൊന്നുമില്ല. നമുക്ക് ഈ ഒരു ക്ലച്ചിൻ്റെ ലീക്ക് മാത്രമാണ് പ്രോബ്ലം ഉള്ളത്. അത് നമുക്ക് ആ ഓയിൽ സീൽ മാറ്റി കഴിഞ്ഞാൽ സോൾവ് ചെയ്യാവുന്നതുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോൾ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്തു, വേറെ പറയത്തക്ക ലീക്കേജ് ഒന്നുമില്ല. ചോക്കിൻ്റെ കേബിളൊക്കെ ചെക്ക് ചെയ്തു, ആക്സിലേറ്റർ കേബിൾ ചെക്ക് ചെയ്തു. രണ്ടും വേറെ പ്രോബ്ലം. ആക്സിലേറ്റർ കേബിൾ ചെറിയൊരു ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ നമുക്ക് ഇപ്പോൾ അത് മാറ്റേണ്ട സിറ്റുവേഷൻ ഒന്നും ആയിട്ടില്ല. എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗമൊന്നും വേറെ പറയത്തക്ക ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലും നമുക്ക് സർവീസിനൊക്കെ കയറ്റണ സമയത്ത്, ഇപ്പോൾ ഇന്നിപ്പോൾ വാഷിങ് വേണ്ടാന്നാണ് പറഞ്ഞത്. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇതൊന്ന് അഴിച്ച് കഴുകുന്നത് നന്നായിരിക്കും. കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിയിലൊക്കെ ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് അഴിച്ച് ഓപ്പണായിട്ട്, അതായത് ബോഡി കഴുകിയിട്ട് കാര്യമില്ല, പുറമേ നിന്ന് കാണുന്ന ചെളി മാത്രം പോയിട്ട് കാര്യമില്ല. അതിൻ്റെ ഉള്ളിൽ മൊത്തം ചെളികളുണ്ട്. ആ ചെളിയൊക്കെ ഒന്ന് ഇടയ്ക്ക് മഴയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് കയറ്റിയിട്ടൊന്ന് സർവീസ് ചെയ്ത് പോകണം, നല്ലതാണ്. ഓക്കെ. പിന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ബുഷുകളൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. അപ്പോൾ നിലയിൽ വേറെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് സർവീസിൻ്റെ ഭാഗമായിട്ട് ബുഷ് ഗ്രീസിങ്ങിന് വേണ്ടി അയച്ചാണ്. ബുഷ് കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ലൈനറൊക്കെ ചെക്ക് ചെയ്തു, അത്യാവശ്യം നല്ല ലൈനറാണ്. ബ്രേക്കിൻ്റെ ഒരു കംപ്ലൈൻറ്റ് നമുക്ക് ഫീൽ ചെയ്യണത്, ബ്രേക്ക് ഒരല്പം കുറവുണ്ട്. അതിനേക്കാളും ഉപരി ബ്രേക്ക് ചതഞ്ഞ രീതിയിൽ, ടൈറ്റായ രീതിയിലുള്ള ബ്രേക്കാണ് കാണിക്കുന്നത്. അത് നമുക്കിവിടെ കേബിളുകൾ ഔട്ടർ പൊട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ രണ്ട് ബ്രേക്ക് കേബിൾ എന്തെങ്കിലും വീലഴിച്ചിട്ട് നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിയുടെ ഈ കേബിളുകൾ മാറ്റിയിടാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ക്ലിയർ ആവും. കാരണം ബ്രേക്ക് കംഫർട്ടായിരിക്കും. അതല്ലാത്ത പക്ഷം ബ്രേക്കിന് ഒരു ചതഞ്ഞ രീതിയിലുള്ള ബ്രേക്കായിരിക്കും കാണിക്കുക. പിന്നെ നമ്മളിതൊന്ന് നോക്കുമ്പോൾ ടയറിൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ്. ടയർ പറ്റ തീർന്നിട്ടുണ്ട്. കാരണം നമുക്ക് ഈ സൈഡ് ഗ്രൂ നോക്കണ്ട, സെൻറ്ററിൽ ഒരു തരി പിടുത്തം പോലും ഇല്ലാണ്ടാണ് വണ്ടി ഓടിക്കിട്ടിയാണ്. അത് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഹാൻഡിലും അത്രയും ബലം നമുക്ക് അനുഭവപ്പെടാം. കാരണം റോഡിൻ്റെ ആ ഒരു ചരിവും അതിൻ്റെ റോഡുമായിട്ടുള്ള ഗ്രിപ്പില്ലാത്തതുകൊണ്ട് വണ്ടി ഒരുപാട് നമ്മൾ ബലം പിടിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അത് സ്ഥിരമായിട്ട് ഓടിച്ചിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവാത്തതായിരിക്കാം. എന്തായാലും ടയറിൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ്. അതിടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് മാറ്റിയിടുന്ന ദിവസം ശ്രദ്ധിച്ചോണം കേട്ടോ. ഇടുമ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ടയർ ചൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. കമ്പനി മോഡൽ തന്നെ, ഒറിജിനൽ നമുക്ക് വണ്ടിയുമ്പോൾ വരുന്നത് MRFൻ്റെ സാപ്പർ മോഡലാണ്. അപ്പോൾ അതാണ് ഫ്രണ്ടിൽ കിടക്കുക. ബാക്കിലിട്ടുന്ന ടയർ അതല്ല. അപ്പോൾ ഫ്രണ്ടിൽ കിടക്കുന്ന മോഡൽ ടയർ തന്നെ അതുമ്പോൾ ഇടണമായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. അപ്പോൾ അത് തന്നെ സെലക്ട് ചെയ്യണമായിരിക്കും കുറേ കൂടി നല്ലത്. പിന്നെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്ത് കൊണ്ട് 2025 ബാറ്ററിയാണ് ഇതും ഇരിക്കുന്നത്. ആമറോണിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കി. വോൾട്ട് നോക്കുമ്പോൾ 12.95 വരെ വോൾട്ട് കാണിക്കുന്നുണ്ട്. ലോഡിലേക്ക് തുടങ്ങുന്ന സമയത്ത് 9.52, ഒരല്പം വേരിയേഷൻ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഓൾറെഡി പുതിയ ബാറ്ററിയാണ്, വാറണ്ടി പീരീഡിലുള്ള ബാറ്ററിയാണ്. പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോൾ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. നല്ല പ്ലഗാണ്. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റായാലും നല്ലതാണ്. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. എഞ്ചിൻ ഓയിൽ മാറ്റണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മളതിൻ്റെ ലെവൽ നോക്കുമ്പോൾ ലെവൽ ഒരല്പം കുറവ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 100 മില്ലിയോളം നമുക്ക് ഓയിൽ ഒന്ന് ലെവൽ ഒഴിച്ച് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് 100 മില്ലിയും കൂടി നമുക്ക് അതിനകത്ത് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലിടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് പറയണം.
പെർമിഷൻ കിട്ടിയിട്ട് വേണം നമുക്ക് അതനുസരിച്ച് ബാക്കിയത്തെ വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഉൾപ്പെടുത്തുന്ന ഐറ്റംസ് ഒന്ന് നമ്മളതിൻ്റെ ഗ്രീൻ ബുഷ് ഈ എൻജിൻ ഓയിലിൻ്റെ ലെവൽ ടോപ്പപ്പ് ചെയ്യാനായിട്ട് ഉൾപ്പെടുത്തുന്നുണ്ട്. അതൊരു 100 ml ഓയിലിൽ വരുന്നുണ്ട്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും 2 ബ്രേക്കിൻ്റെ കേബിളുകൾ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ ക്ലച്ചിനകത്ത് തന്നെ ഓയിൽ സീൽ അതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയായിട്ടാണ് മെയിനായിട്ട് നമുക്ക് വരുന്നത്. പിന്നെ ജനറലായിട്ടുള്ള സർവീസ് അതിൻ്റെ ലേബർ ചാർജും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. ജനറൽ സർവീസും ബ്രേക്ക് കേബിൾ അഡീഷണൽ ജനറൽ സർവീസിന് പുറമെ തന്നെ വർക്കാണ്. അപ്പോൾ അതിൻ്റെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് ലേബർ ഞാൻ വാട്സാപ്പിൽ ഇട്ടേക്കാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. പിന്നെ ഇതിനകത്ത് നിലവിലുണ്ടല്ലോ നമുക്ക് വണ്ടി 35,000 കിലോമീറ്റർ 35 കിലോമീറ്റർ ഇപ്പോൾ നിലവിലായിട്ടുണ്ട്. 35,000 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട്. ശരിക്കും നമുക്കൊരു 25,000 തുടങ്ങി 35,000 കിലോമീറ്റർ അതിനുള്ളിൽ എഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ കരി നീക്കം ചെയ്യേണ്ട ഒരു പ്രോസസ്സ് ഉണ്ട്, ചെയ്യേണ്ട വർക്കുണ്ട്. എഞ്ചിൻ ഹെഡിൻ്റെ ഉള്ളിൽ നമ്മൾ വണ്ടി ഓടുന്ന സമയത്ത് ഈ പെട്രോൾ കത്തണതിൻ്റെയൊക്കെ കാർബൺ അതിൻ്റെ ഉള്ളിൽ അടിഞ്ഞു കൂടും. അത് ക്ലീൻ ചെയ്യേണ്ടത് ശരിക്കും 25,000 തുടങ്ങി 35,000 ഉള്ളിലൊക്കെ നോർമൽ രീതിയിൽ ചെയ്യേണ്ടി വരാറ്. അത് ഓരോ വണ്ടിക്കും ചിലപ്പോൾ കുറച്ച് ഡ്യൂറേഷൻ വ്യത്യാസം വരാം. ചിലപ്പോൾ കുറേ വൈകിട്ട് മാറ്റിയാലും മതി, ക്ലീൻ ചെയ്താലും മതി. ഇതിനിപ്പോൾ നിലവിൽ നോക്കുമ്പോൾ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. പക്ഷേ ആ കംപ്ലയിൻറ്റ് കൂടുതലാണ്. കാർബണിൻ്റെ അളവ് കൂടുമ്പോൾ വന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ വണ്ടി ഓടി വരുമ്പോൾ വണ്ടി ഓഫായി പോവാം. ഓടി ഇപ്പോൾ നമ്മൾ സിഗ്നലൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി ഓഫ് പോകും. പിന്നെ വണ്ടി അടിച്ച് സ്റ്റാർട്ടാവില്ല. നമ്മൾ സെൽഫ് അടിച്ചിട്ട് കിട്ടില്ല. കിക്കർ അടിച്ചാലും കിക്കർ ബലമില്ലാത്ത രീതിയിൽ താന്നു പോവാം. അതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന കംപ്ലയിൻറ്റുകൾ. അതാണ് മെയിനായിട്ട് സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടുള്ള കംപ്ലയിൻ്റാണ് മെയിനായിട്ട് കാണിക്കുന്നത്. രാവിലെയൊക്കെ വണ്ടി സ്റ്റാർട്ടായി കിട്ടാൻ ബുദ്ധിമുട്ട് കാണിക്കാം. അപ്പോൾ അതൊക്കെ കംപ്രഷൻ കുറയും. അതായത് കാർബൺ കൂടുതലും കരിയുടെ അളവ് കൂടുകയും നമുക്ക് വാൽവിൻ്റെ ഭാഗത്ത് കാർബൺ അടിഞ്ഞു കൂടി ആ കാർബൺ ആ ഭാഗത്ത് കംപ്രഷൻ ലീക്കേജ് ഉണ്ടാക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ വന്ന പ്രോബ്ലംസാണ് ഈ പറഞ്ഞ കംപ്രഷൻ ലീക്കേജ്, സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ്, ഓടി വരുമ്പോൾ വണ്ടി ഓഫായി പോവാം. ഈ കംപ്ലയിൻറ്റുകളൊക്കെ അതിനോടനുബന്ധിച്ച് തന്നെ വർക്കുകളാണ്. അപ്പോൾ അത് ഏകദേശം നമ്മളുടെ ഇപ്പോൾ ചെയ്യേണ്ട ഒരു ടൈം ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. ചെക്ക് ചെയ്യുമ്പോഴാലും വേറെ ഓടിച്ച് നോക്കിയിട്ട് വേറെ കംപ്ലയിൻസും തോന്നണമെന്നില്ല. പക്ഷേ അങ്ങനത്തെ ഒരു വർക്ക് ചെയ്യാനുണ്ട് നമ്മൾ കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർമ്മയിൽ വെച്ചേക്കാം. ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുന്ന സമയത്ത് കയറ്റി ഒന്ന് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതെന്തായാലും നമ്മൾ ചെയ്യേണ്ട വർക്കാണ്. ഏകദേശം നമുക്കൊരു 3,000 തുടങ്ങി 3,750 രൂപയൊക്കെ നമുക്ക് ചിലവ് തന്നെ വർക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കി അറേഞ്ച് ചെയ്തിട്ടൊക്കെ ചെയ്യാം. 1-2 ദിവസം താമസം വരും അതിന് എഞ്ചിൻ ഭാഗം അഴിച്ചൊക്കെ ചെയ്യുമ്പോൾ. 2 ദിവസത്തൊക്കെ ഡിലേ വരാറുണ്ട്. അതൊക്കെ മുൻകൂട്ടി ബുക്ക് ചെയ്ത് ആ രീതിയിൽ ചെയ്തു പോവാം. എന്തായാലും ആ വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുറേ കംപ്ലയിൻസുകൾ ഇനി വരാനുള്ള സാധ്യത നിലവിലുണ്ട്. അതൊന്ന് ഓർമ്മയിൽ വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇപ്പം നിലവിലുള്ള ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിൽ ഇട്ടേക്കാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. ഇതിനകത്ത് നമ്മൾ ടയറൊന്നും ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. ടയറൊന്നും ഉൾപ്പെടുത്തുന്നില്ല. ബാക്കിയത്തെ പറഞ്ഞാണ് വർക്കുകൾ മാത്രമാണ് ഇപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിൽ ഇടുന്നത്. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടേക്കണം കേട്ടോ.